മീഡിയ വൺ ചാനലിന് ഒന്നാം തരം മറുപടി കൊടുത്ത് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇപ്പോൾ കയ്യടി ലഭിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ ക്രിസ്ത്യൻ സ്നേഹം ഇങ്ങോട്ട് എടുക്കണ്ട, ദൈവകൽപ്പനയും രാജ്യത്തെ നിയമവും ഒന്ന് എന്ന് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതാണ് കാസയുടെ പ്രതികരണത്തിലെ ഒരു വാചകം. കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ, അത് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലായാൽ പോലും കൂട്ടക്കരച്ചിൽ നടത്തി മുതലക്കണ്ണീർ ഒഴുക്കുന്ന മീഡിയ വൺ ഉൾപ്പെടെയുള്ള സുഡാപ്പികളൊന്നും കേരളത്തിനുള്ളിലും ഭാരതത്തിന് പുറത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങളോ കൂട്ടക്കൊലയോ നടന്നാലും അറിഞ്ഞ ഭാവം നടിക്കില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭീകരവാദികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ്. അത് കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് കാസയുടെ നിലപാട്. ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിനിടെ പിടിയിലായ ക്രിസ്ത്യൻ പാസ്റ്റർമാർക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിലെ പ്രത്യേക കോടതിയാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനെതിരെയും ഭാര്യ ഷീജ പാപ്പച്ചനെതിരെയും ഇക്കഴിഞ്ഞ ജനുവരി 22-ന് ശിക്ഷ വിധിച്ചത്. അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനൽ ചർച്ച വരെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഈ ക്രിസ്ത്യൻ സ്നേഹത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ. ഒരു കേസിലെ വിധി പ്രതികൂലമായാൽ അതിൽ പ്രതിഷേധിച്ച് കോടതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് ജഡ്ജിയെ അസഭ്യം പറഞ്ഞ് ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ രാജ്യത്തിന്റെ നിയമത്തെക്കാൾ ഗോത്രവർഗ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ല തങ്ങളെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഞങ്ങൾ നിങ്ങൾ സുഡാപ്പികളെ പോലെ ഗോത്രവർഗ മത നിയമമല്ല വലുതായി കാണുന്നത് എന്നും അനുസരിക്കുന്നതും, മറിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന ദൈവിക കൽപ്പനയാൽ ഞങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തോട് കൂറും വിശ്വസ്തതയും പുലർത്തി ജീവിക്കുന്ന ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ദൈവകൽപ്പന പാലിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ഞങ്ങളെ ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളെ ചോദ്യം ചെയ്യേണ്ടതോ വിമർശിക്കേണ്ടതോ ആയ ആവശ്യം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ് കാസ. എന്തായാലും കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം കൂടി വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ക്രൈസ്തവ സ്നേഹത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ഒരു കേസിലെ വിധി പ്രതികൂലമായാൽ അതിൽ പ്രതിഷേധിച്ച് കോടതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിക്കാൻ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ രാജ്യത്തിന്റെ നിയമത്തെക്കാൾ ഗോത്രവർഗ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ല മീഡിയ വണ്ണേ. ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ ക്രിസ്ത്യൻ സുവിശേഷകരായ ദമ്പതികളെ പ്രത്യേക കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദികൾ 2 ദിവസമായി കൂട്ടക്കരച്ചിലാണ്. അതിൽ തീരെ സഹിക്കാനാവാത്തത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ എന്ന ചാനലിനായിരുന്നു. എവിടെ ഒളിച്ചു കാസ എന്ന് പറഞ്ഞ് അവർ പ്രത്യേക അടുപ്പ് കൂട്ടി ചർച്ച വരെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇവിടെ ഉത്തരേന്ത്യയിൽ പാസ്റ്റർ ദമ്പതികൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയിന്മേൽ സുപ്രീം കോടതി വരെയുള്ള മേൽക്കോടതികളിൽ അപ്പീലിന് പോകാനുള്ള അവകാശം ഭരണഘടന ഭാരതത്തിലെ ഏതൊരു പൗരനെ പോലെയും പാസ്റ്റർ ദമ്പതികൾക്കും അനുവദിച്ചു നൽകിയിട്ടുണ്ട്. അത് അവർ ഉപയോഗിച്ചുകൊള്ളും. നിങ്ങൾ സുഡാപ്പികളെ പോലെ ഗോത്രവർഗ മത നിയമമല്ല വലുതായി കാണുന്നതും അനുസരിക്കുന്നതും, മറിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന ദൈവിക കൽപ്പനയാൽ ഞങ്ങളായിരിക്കുന്ന രാജ്യത്തോട് കൂറും വിശ്വസ്തതയും പുലർത്തി ജീവിക്കുന്ന ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ദൈവകൽപ്പന പാലിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളെ ചോദ്യം ചെയ്യേണ്ടതോ വിമർശിക്കേണ്ടതോ ആയ ആവശ്യം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല. നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കപ്പെടുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ്. ഭാരതത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിലും പോക്സോ നിയമത്തിലും എന്ന പോലെ മതപരിവർത്തന നിരോധന നിയമം എതിരാളികളെ ഇല്ലാതാക്കാനായി ആരെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെതിരെയും അവിടെയുള്ളവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിനുള്ള അവകാശം രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ മൗദീദികളെ പോലെ ഞമ്മക്ക് അനുകൂലമായ വിധി വരുമ്പോൾ നീതിപീഠത്തിന്റെ വിജയം, ജനാധിപത്യത്തിന്റെ വിജയം, ഞമ്മക്ക് പ്രതികൂലമായ വിധി വരുമ്പോൾ നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടു, ഫാസിസ്റ്റ് കോടതി, സംഘപരിവാർ ഫാസിസം എന്ന നിലപാടിലുള്ള കാക്കക്കരച്ചിൽ ഞങ്ങൾക്കില്ല മീഡിയ വണ്ണേ. അത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുപോലെ തന്നെ മതപരിവർത്തന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. പണം, പ്രണയം, പ്രത്യാശ, പാരിതോഷികം, പ്രലോഭനം, ഭീഷണി, നിർബന്ധിത, ഇവയിൽ ഒന്നിലൂടെയുമുള്ള മതപരിവർത്തനങ്ങൾ ഏത് മതസ്ഥർ ചെയ്താലും ഞങ്ങൾ ഒരു തരത്തിലും ഒരു കാലത്തും അതിനെ അനുകൂലിക്കില്ല. ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അതിലൊരു വ്യക്തി സ്വയം ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പരപ്രേരണയില്ലാതെ സ്വന്തം തീരുമാനപ്രകാരം മാത്രം ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ വന്നാൽ മതി. പെറ്റുകുട്ടിയും ഭീഷണി, ചതി, വഞ്ചന, പ്രലോഭനം എന്നിവയിലൂടെയും ഒക്കെ ആളെണ്ണം കൂട്ടി മതം വളർത്തലല്ല വലുത്.
മറിച്ച് സ്വന്തം സമുദായത്തിൽ ഇപ്പോൾ ഉള്ളതിനെ ഒന്നിനെയും നഷ്ടപ്പെടാതെ, അഥവാ ഒന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ അന്വേഷിച്ചു പോകാനും തിരിച്ചു കൊണ്ടുവരാനും അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തുന്നതിലാണ് ഞങ്ങളുടെ ജാഗ്രത. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഈ രാജ്യം എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. സുവിശേഷം ഈ ലോകത്തോട് പറയുന്നത് സർവ്വലോകത്തിനും ശാന്തിയും ക്ഷമയും സഹനവും സ്നേഹവും സന്തോഷവുമാണ്. ആ പരിശുദ്ധ സുവിശേഷത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. അത് ശ്രവിച്ചതുകൊണ്ട് ആരും മോശക്കാരായി നശിച്ചു പോവുകയില്ല. ലോകമെമ്പാടും പോയി നിങ്ങൾ സുവിശേഷം പറയുവിനെന്ന് മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സുവിശേഷത്തിൽ അന്യന്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതും അവരുടെ ആരാധനാമൂർത്തികളെ അവഹേളിക്കുന്നതുമായ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ മതത്തെ ബിസിനസ്സായി കാണുന്ന ആളുകൾ എല്ലാ സമുദായത്തിലും എന്നപോലെ ക്രിസ്ത്യൻ സമുദായത്തിലുമുണ്ട്. അത്തരക്കാരെയും സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഭാരതത്തിൽ കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ അത് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലായാൽ പോലും കൂട്ടക്കരച്ചിൽ നടത്തി മുതലക്കണ്ണീർ ഒഴുക്കുന്ന മീഡിയ വൺ ഉൾപ്പെടെയുള്ള സുഡാപ്പികളൊന്നും കേരളത്തിനുള്ളിലും ഭാരതത്തിന് പുറത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങളോ കൂട്ടക്കൊലയോ നടന്നാലും അറിഞ്ഞ ഭാവം നടിക്കില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭീകരവാദികളെയും ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യൻ വിഷയങ്ങളിലുള്ള നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ സ്നേഹത്തെ അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുന്നു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി വേട്ടക്കാർക്കൊപ്പം അവിടുത്തെ നീതിപീഠങ്ങൾ നിലപാടെടുത്ത് വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അതിനെ ഇസ്ലാമിന്റെ വളർച്ചയായും വിജയമായും കണ്ട് അതിനെ വെള്ളപൂശുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നീയൊക്കെ ആദ്യം സ്വന്തം കയ്യിലെ ചോരക്കറകൾ കഴുകിക്കളഞ്ഞിട്ട് മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുക. ഒന്നാം തരം ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ പരം ഒരു നല്ല മറുപടി ഇത്തരക്കാർക്ക് നേരെ കൊടുക്കാനില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.